ബൈത്ത് പാടുമ്പോൾ എല്ലാ വഴലും ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ഒരു വർഷത്തേക്ക് എല്ലാ കാവലും നിങ്ങൾക്ക് വേണമെങ്കിൽ, ഈ ഒരു വർഷത്തേക്ക് ഒരു അപകട മരണങ്ങളും വരാതിരിക്കാൻ 2 കാര്യങ്ങൾ ഞാൻ പറയും, നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യണം. ചെയ്യുവോ? ഇൻഷാ അല്ലാഹ് ഒരു പവറിലല്ലോ. ചെയ്യുവോ? അള്ളാഹു തൗഫീക്ക് തരട്ടെ. 2 കാര്യം ചെയ്യണം. 1, ഒരു ദിക്ർ നിങ്ങൾ പതിവാക്കണം. ജീവിതം എപ്പോഴും സ്റ്റൈല, അതിലൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട. തെറ്റിപ്പോവരുതേ, അലസതയാൽ ഒഴിക്കരുതേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ നിങ്ങൾ പതിവാക്കണം. എന്നാൽ ആ വർഷത്തിൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. രാവിലെ ആകുമ്പോൾ സുബൈക്ക് ശേഷം ഒരു 100 എണ്ണം ചെല്ലണം. ചെല്ലുവോ? മക്കൾക്ക് കാവൽ, ഭാര്യയ്ക്ക് കാവൽ, മാരക 99 രോഗം നിനക്ക് അള്ളാഹു തരില്ല. 100ാമത്തെ രോഗം മരണമാണ്. അതിനിപ്പോൾ എന്ത് ചെല്ലിയാലും വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുടുംബത്തിലുണ്ടാവില്ല രോഗം ഇൻഷാ അല്ലാഹ്. ചെല്ലുവോ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരായത്തൂടെ പതിവാക്കണം. വണ്ടി കയറുമ്പോൾ ആക്സിഡന്റ് മരണങ്ങൾ, ഞാനൊക്കെ കാറിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇടിയുടെ പെരുന്നാളാണ്. വണ്ടി കയറുമ്പോൾ തന്നെ ഒരായത്ത്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശ്. ഈ ആയത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്താണ്. കാണാൻ പഠിച്ചേക്കണം. പഠിക്കൂ. ബിസ്മില്ലാത്ത ബിസ്മില്ലാത്ത സൂറത്താണ് തൗബ. അത് ചൊല്ലിയിട്ട് നീ വണ്ടി ഓടിച്ചാലും പ്ലെയിനിൽ പോയാലും എന്ത് ചെയ്താലും ഒരു അപകടം തരില്ല. അള്ളാഹു കാത്തോളും.